കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലക്ഷ്മണൻ കൗസല്യയെ ചൂണ്ടിക്കൊണ്ട് കൗസല്യ കണ്ണീരാണെന്ന് പറയുന്നത്, അയോധ്യയുടെ കണ്ണീരാണ് കൗസല്യം എന്ന് പറയുന്നിടത്തു നിന്നാണ് അതിന് മറുപടിയായിട്ട് രാമൻ പറഞ്ഞത് ചേരാത്ത കിരീടം അണിയാൻ എൻ്റെ അമ്മ ആഗ്രഹിക്കുകയില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനെ തുടർന്ന് കൗസല്യ അതിനൊരു മറുപടി നൽകുന്നുണ്ട്. ഇനി ഒഴുകാൻ ഈ കണ്ണിൽ അശ്രുക്കൾ ശേഷിച്ചിട്ടില്ല. അശ്രുക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണീര്. ദുഃഖത്തിൻ്റെ അലയും ചുഴിയും എല്ലാം കടന്നു തീരമില്ലാത്ത ശോകവും അതിൻ്റെ നിശ്ചല ശാന്തിയും അയോധ്യയിലെ മഹാറാണിക്ക് അഭയം നൽകി കഴിഞ്ഞു. ഒരു കർമ്മം കൂടി ശേഷിക്കുന്നു, നിന്നെ കാട്ടിലേക്ക് യാത്രയാക്കണം. ഒരമ്മയുടെ വേദനാജനകമായ ഒരു പ്രയോഗമായി തന്നെ നമുക്കതിനെ കാണാം. ഒരമ്മ ഇന്ന് പ്രഭാതത്തിൽ രാജ്യം അലങ്കരിക്കേണ്ട രാജാവായി തീരേണ്ട ഒരാൾ ഇന്ന് വനവാസത്തിന് പോകേണ്ടി വരുന്നൊരു ഗതികേട് അത് നേരിടേണ്ടി വരുന്നൊരമ്മ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ എൻ്റെ അനുഭവങ്ങൾക്ക് അത് ഉചിതമായ ഒരു പരിസമാപ്തിയാണ് മകനെ എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഒരു കർമ്മം കൂടി ശേഷിക്കുന്നു, നിന്നെ കാട്ടിലേക്ക് യാത്രയാക്കണം. എൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് അത് ഉചിതമായ ഒരു പരിസമാപ്തിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സീതയെ കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പുണർന്നിട്ട് പറഞ്ഞു, ഭാഗ്യം കെട്ട പെൺകുട്ടി, ഈ ദുഃഖക്കടലിൻ്റെ നടുവിൽ നീയും എന്തിനു തുഴഞ്ഞെത്തി? എനിക്ക് പട്ടമഹിഷി പട്ടമെങ്കിലും ഉണ്ടായിരുന്നു, എന്നെക്കാളും പാവിയാണോ നീ? മകളെ, ദുഃഖിതയായ മറ്റൊരുവൾ അയോധ്യയ്ക്ക് വേണ്ടി നിന്നോട് മാപ്പിരക്കുന്നു. ഇതിനു മുമ്പ് സീതയോട് രാമൻ പറഞ്ഞതാണ്, ഞാൻ അയോധ്യയ്ക്ക് വേണ്ടി മാപ്പിരക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കൗസല്യ അവരെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ദുഃഖിതയായ മറ്റൊരുവൾ അയോധ്യയ്ക്ക് വേണ്ടി നിന്നോട് മാപ്പിരക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ രാമൻ പറയുന്നത്, ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല, കാലം തന്നെ ആ പരീക്ഷണം നടത്തട്ടെ എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കുന്നുണ്ട്. തുടർന്ന് സംഭവിക്കുന്ന അതിക്രൂരമായ ഒരു ഭാഗമാണ് കടന്നു വന്നത്. അതായത് വനവാസത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന രാമലക്ഷ്മണന്മാരെ സമീപിച്ചിട്ട് കൈകേയി പറയുന്നു, ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്, ഞാൻ ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ പുലരും മുമ്പ് ഈ ലോകം കേകേയപുത്രിയുടെ വിധി പ്രസ്താവിക്കും. അതിനു മുമ്പ് എൻ്റെ കുറ്റം പൂർത്തിയായിക്കൊള്ളട്ടെ. നിർദ്ദയമായ ലോകാപവാദവും ദുഷ്കീർത്തിയും കൈകേയിക്ക് ഇരുട്ടറ പണിയുമ്പോൾ ആത്മസംതൃപ്തിയുടെ ഒരു രശ്മിയെങ്കിലും കടക്കാൻ ഒരു പഴുത് അവശേഷിക്കണം. സത്യവും ധർമ്മവും പലർ കൂടി പിടിച്ചു പറിക്കുകയാൽ അത് പലതുണ്ടായിപ്പോയി. അതുകൊണ്ട് എൻ്റെ പക്ഷം നിൽക്കാൻ സത്യധർമ്മങ്ങൾ ശേഷിക്കുന്നില്ല. ഉണ്ണികൾക്ക് ഈ അമ്മ മംഗളം നേരുന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണക്കാരിയായി കൈകേയി തന്നെ അവർക്ക് മംഗളം നേരുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. രാമനും സീതയ്ക്കും ലക്ഷ്മണനും കാട്ടിൽ ധരിക്കാനുള്ള മരവുരിയും കൊണ്ടാണ് കൈകേയി എത്തുന്നത്. വനവാസ ജീവിതം നയിക്കുന്നവർ മരവുരി ധരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിട്ട് സീതയോട് പറയുന്നുണ്ട്, നീ ഒരമ്മയാകുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വനവാസത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സീതയോട് സീതാരാമ ലക്ഷ്മണന്മാർക്ക് മരവുരി നൽകിക്കൊണ്ട്, സീത ഈ മരത്തോലണിയുമ്പോൾ നീയും ഈ അമ്മയെ വെറുക്കും, നാളെ നീ ഒരു അമ്മയാകുമ്പോൾ അത് നിനക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു നിലപാട് അത് സ്വീകരിക്കുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മണൻ ഒരു തമാശ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഗധപുത്രിക്ക് മിടുക്കുണ്ടായിരുന്നെങ്കിൽ തനിക്കും രാജാവാകാമായിരുന്നു എന്നാണ് ലക്ഷ്മണൻ സൂചിപ്പിച്ച ആ കോമഡി. എന്താണ് കാര്യം? അപ്പം അതിനും അവർ വെറുതെ വിട്ടില്ല. സുമിത്ര എന്തുകൊണ്ട് ശുൽക്കം നിശ്ചയിച്ചില്ല എന്ന് കൈകേയി ചോദിക്കും. അതേസമയം രാമൻ ഒരു ശുൽക്ക വ്യവസ്ഥ പ്രകാരമാണ് സീതയെ കെട്ടി. ഒരു വില്ലൊടിക്കാനൊക്കെ പറയുന്നത് ശുൽക്ക വ്യവസ്ഥയിൽപ്പെട്ട കാര്യമായിരുന്നു. അത് ഒടിച്ചാൽ വിവാഹം സീതയെ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പിതാവും എൻ്റെ സുരക്ഷയെ കരുതിയാണ് ശുൽക്ക വ്യവസ്ഥ സ്വീകരിച്ചത്. മഗധപുത്രിക്ക് അഭിമാനമുള്ള പിതാവ് പുത്രിക്ക് ശുൽക്കവും നിശ്ചയിക്കും എന്ന് വെച്ചാൽ ലക്ഷ്മണൻ്റെ അമ്മ സുമിത്രയുടെ അച്ഛൻ്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, തമാശയായി പറഞ്ഞു. അപ്പോൾ ഈ മരവുരി ധരിച്ചതിനെ വസിഷ്ഠൻ എതിർക്കുന്നുണ്ട്. വസിഷ്ഠൻ അത് സ്വീകാര്യമായി തോന്നിയില്ല. ഭർത്താവിനെ പിന്തുടരുന്ന സാധ്വിയാണ് സീത. സർവാഭരണങ്ങളും ധരിച്ച് സന്തുഷ്ടയായി രാമനൊപ്പം സഞ്ചരിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. തീർന്നില്ല. പതിയിൽ പ്രിയം ജനിപ്പിക്കേണ്ട അവൾ ഈ ഇളം പ്രായത്തിൽ മരവുരി ധരിക്കുന്നത് എങ്ങനെ സഹിക്കാൻ കഴിയും? വൽക്കലം ചുറ്റേണ്ട നിർഭാഗ്യം അതിനാൽ അവർക്കില്ല എന്ന നിലപാട് വസിഷ്ഠൻ സ്വീകരിച്ചു. മറുപടി കൈകേയി പറയുന്നുണ്ട്, വൽക്കലധാരിയായ രാമന് വൽക്കലധാരിയായ സീത തന്നെ അഭികാമ്യമെന്ന് കൈകേയിയും പറഞ്ഞു. ആ സമയത്ത് വസിഷ്ഠൻ ആ 3 രാജപത്നിമാരെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത്, സത്യം കുടികൊള്ളുന്നത് കൗസല്യയിലാണ്, വീര്യം സുമിത്രയ്ക്കാണ്, അതേസമയം കൗടില്യം മുഴുവനും കൈകേയിലും ആണെന്ന് എല്ലാവർക്കും അറിവുള്ള ഇത്തരത്തിലുള്ള ദുശാഠ്യങ്ങളും ശുൽക്കവ്യവസ്ഥ പ്രകാരം രാമന് രാജ്യം നഷ്ടപ്പെടുന്നതും വനവാസത്തിന് അയക്കുന്നതെല്ലാം അവരുടെ കൗടില്യം കൊണ്ടാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, സത്യം കൗസല്യയിലും വീര്യം സുമിത്രയിലും കൗടില്യം കേകേയ പുത്രിക്കുമെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണെന്ന് എടുത്തു പറയുന്നത്.
തുടർന്ന് വസിഷ്ഠൻ ഒരു നിലപാട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? സീത പൂമയിൽ വൽക്കലവും ധരിച്ച് സാകേത വീതിയിൽ ഒന്ന് സഞ്ചരിച്ചാൽ ഭവതിയും, അതായത് കൈകേയിയും, ഭവതിയുടെ ഭർത്താവിനും ദശരഥനും ആത്മരക്ഷയ്ക്ക് അവരെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അയോധ്യയിലെ ജനങ്ങൾ ധർമ്മം ക്ഷയിച്ചവരല്ലെന്ന മുന്നറിയിപ്പാണ് വസിഷ്ഠൻ പറയുന്നത്. അതായത് അയോധ്യയുടെ തെരുവീതികളിലൂടെ സീത വൽക്കലം ധരിച്ച് നടക്കുകയാണെങ്കിൽ ആ അയോധ്യയിൽ പുറപ്പെടുന്ന രോഷം പരിഹരിക്കാൻ സീത തന്നെ വിചാരിക്കേണ്ടി വരും. അയോധ്യയിലെ ജനങ്ങൾ ധർമ്മം ക്ഷയിച്ചവരല്ലെന്ന വസിഷ്ഠൻ്റെ മുന്നറിയിപ്പ് അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം രാമൻ്റെ വനവാസ സമയമായി. ഈ സമയത്ത് രാജാവ് ദശരഥൻ എത്തി പറയുന്നു, 4 അംഗ പട വേണം. 4 അംഗ പടയും നിരവധി പരിജനങ്ങളും ധനികരായ വണിജ്ജനങ്ങളും വേടന്മാരും അസംഖ്യം പൗരജനങ്ങളും അകമ്പടിക്കുണ്ടാവണം. ധനധാന്യ ഭണ്ഡാരങ്ങളും ചരക്കുകളും യാത്രാസംഘം സംഭരിച്ച് കൊള്ളട്ടെ. മകൻ്റെ യാത്ര ഒരു മഹാസംഭവം തന്നെ ആക്കാനാണ് മഹാരാജാവ് ഒടുവിൽ വനവാസം വിധിച്ചെങ്കിലും ദശരഥൻ കരുതിയത് ഈ വനവാസം നടത്തുന്ന രാമൻ എവിടെയാണോ അവിടെ അയോധ്യയാവുമെന്ന് അദ്ദേഹത്തിന് അറിയിപ്പുണ്ട്. കാരണം അയോധ്യയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജാവ് രാമൻ തന്നെയാണ്. അതുകൊണ്ട് രാമൻ എവിടെയാണോ അത് അയോധ്യയായി മാറും. അവർ ചെന്ന് കയറാൻ പോകുന്ന വനം ഭാവിയിൽ അയോധ്യ എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരുക്കാനുള്ള എല്ലാ നീക്കങ്ങളും വേണമെന്ന് പറയുകയുണ്ടായത് ദശരഥനാണ്. അപ്പോഴാണ് കൈകേയി ആ വിവരം അറിയുന്നത്. കൈകേയി അതിനോട് ശക്തമായി പ്രതിഷേധിച്ചത്, കുരങ്ങു കുടിച്ചു തീർത്ത മധുപാത്രം പോലെ ഒഴിഞ്ഞ ഭണ്ഡാരങ്ങളും നിർധനമായതും ശക്തി ശോഷിച്ചതും ദുർബലവുമായ അയോധ്യ ഭരതന് വേണ്ട എന്ന ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതായത് കുരങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മധുപാത്രത്തിലൊന്നും ബാക്കി കാണില്ല. ഇങ്ങനെ അയോധ്യയുടെ സമ്പൽ സമൃദ്ധി മുഴുവനും രാമന് പിന്നാലെ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ അയോധ്യയിൽ എന്ത് ശേഷിക്കും? അങ്ങനെ ശക്തി നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട അയോധ്യ തൻ്റെ മകൻ എന്തിനാണ് നൽകുന്നത്? തനിക്കത് സ്വീകാര്യമല്ല എന്ന നിലപാട് കൈകേയി പറയുക തന്നെ ചെയ്തു. ഇത് ഈ സമയത്ത് രാജാവും ഗുരുവും ഇങ്ങനെ ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വനവാസം സ്വീകരിച്ച് രാമൻ എവിടെ കഴിയുന്നു അത് നാടാകും, അത് അയോധ്യയാകുമെന്ന കാര്യത്തിൽ വസിഷ്ഠനും യാതൊരു സംശയമില്ലെന്ന് കാണാൻ പറ്റും. തുടർന്നാണ് കൈകേയി ദശരഥനോട് അതിശക്തമായ ഒരു പരാമർശം ഉന്നയിക്കുന്നുണ്ട്. അത് അസമഞ്ജനുമായി ബന്ധപ്പെട്ടൊരു കഥയിലേക്കാണ് നമ്മളത് കടന്നു പോകാൻ പോകുന്നത്. അസമഞ്ജൻ എന്ന കഥ അതിനകത്ത് വരുന്നത്. എന്താണ് ആ സന്ദർഭം എന്ന് നോക്കാം. തൻ്റെ മകനെ പിന്നെ അടവിയിൽ ഉപേക്ഷിക്കണം, ഒരു തുണയും കൂടാതെ. ഇക്ഷാകുവിൻ്റെ വംശം കിരാത വംശമല്ല എന്ന് ദശരഥൻ കൈകേയിയുടെ അല്പം ശുഭിതനായി പറയുന്നുണ്ട്. ഇക്ഷാകുവിൻ്റെ വംശം കിരാത വംശമല്ല, അവനെ അങ്ങനെ കാട്ടിൽ വെറുതെ കൊണ്ടുപോയി ഉപേക്ഷിക്കാനാവില്ലെന്ന നിലപാട് ദശരഥൻ സ്വീകരിക്കുമ്പോഴാണ് അസമഞ്ജൻ്റെ കഥ കടന്നു വരുന്നത്. അസമഞ്ജൻ്റെ കഥ ഇവിടെ കടന്നു വരാൻ കാര്യം, സഗരൻ എന്ന് പറയുന്നയാൾക്ക് 2 ഭാര്യമാരുണ്ട്. അവരിലൊരു ഭാര്യയിലുണ്ടായതാണ് അസമഞ്ജൻ. രണ്ടാമത്തെ ഭാര്യ ആവട്ടെ ഒരു മാംസകഷ്ണത്തെയാണ് പ്രസവിച്ചത്. പിന്നീട് ആ മാംസകഷ്ണങ്ങളിൽ നിന്ന് 60,000 കുട്ടികളുണ്ടായെന്നാണ് പറയുന്നത്. കിരാതവംശമല്ലെന്ന് ഇപ്പം ഇങ്ങനെ കഥ. അപ്പോൾ എന്നിട്ട് അസമഞ്ജൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അസമഞ്ജൻ ഒഴിവു നേരങ്ങളിൽ ഈ കുട്ടികളെല്ലാം പെറുക്കിയെടുത്ത് നദിയിൽ കൊണ്ടുപോയിട്ട് അത് വെള്ളം കുടിച്ച് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു കാട്ടാള ഭാവമുള്ള ആളായിരുന്നു. അത്തരം ഘട്ടത്തിൽ സഗരൻ എന്ത് ചെയ്തു? ആ കിരാതമായ പെരുമാറ്റം നടന്ന അസമഞ്ജനെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഈ കഥ ഇവിടെ എടുത്തു പറയാൻ കാര്യം, കൈകേയി രാമനെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന അസമഞ്ജൻ്റെ കഥ എടുത്തു പറഞ്ഞത് ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ഇക്ഷാകു വംശം കിരാതവംശം അല്ലെന്ന് ദശരഥവാദം പൊളിക്കാനാണ് കൈകേയി ഈ കഥ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കാണാൻ കഴിയും. ഇതേ തുടർന്ന് ദശരഥൻ പറഞ്ഞ നല്ല ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അസമഞ്ജൻ്റെ വംശം ശേഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ദശരഥൻ്റെ മക്കളൊക്കെ ദശരഥൻ പറഞ്ഞ ഉടനെ ചാടിക്കയറി അനുസരിക്കുക. രാമ, നിനക്ക് രാജ്യമില്ല, ഓക്കെ, നീ 14 വർഷം വനവാസത്തിന് വേണം, റെഡി, ഞാൻ ഇറങ്ങി. ഇങ്ങനെ പിതാവിനെ അതുപടി ദൈവതുല്യമായി കണ്ട് പിതാവിൻ്റെ വാക്കുകളെ അതുപടി അനുസരിക്കുന്ന മക്കളെ ഏൽക്കൊള്ളൂ. അസമഞ്ജൻ്റെ വംശത്തിൽ ആരെങ്കിലും ഒരാൾ ശേഷിച്ചിരുന്നെങ്കിൽ എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കടുംപിടുത്തം നീക്കുന്ന കൈകേയിയുടെ മേലെ നിങ്ങൾക്ക് നീങ്ങാമായിരുന്നു. എന്നാൽ ഇക്ഷാകുവിൻ്റെ വംശം കിരാതവംശമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് രാമൻ്റെ നിലപാടും അതുതന്നെയാണ്. അകീർത്തികരമായി ഒന്നും ചെയ്തുകൊണ്ട് തനിക്ക് രാജ്യം ആഗ്രഹമില്ലെന്ന് മുമ്പേ രാമൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ദശരഥൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താവുന്നതാണ്. നിന്റെ പിതാവിനെ തളച്ചിരിക്കുന്ന ചങ്ങല നിന്നെ ബന്ധിച്ചിട്ടില്ല, ഭാർഗവരാമനെ കിടിലം കൊള്ളിച്ച കരങ്ങൾ ചലിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദശരഥൻ്റെ ഒരു നിലപാട് വരികയാണ്. കാരണം ഞാൻ കൈകേയി ഏൽപ്പിച്ചിരിക്കുന്ന ശുൽക്ക വ്യവസ്ഥയാകുന്ന ചങ്ങലയാൽ ബന്ധിതനാണ്.
എനിക്ക് ശുൽക്ക വ്യവസ്ഥ നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട്, അത് നിങ്ങളെ ബാധിക്കുന്നില്ല. ആ ചങ്ങല നിങ്ങളെ വരിഞ്ഞിട്ടില്ല. എന്നെ മാത്രം തളച്ചിരിക്കുന്ന ചങ്ങല നിങ്ങൾക്ക് പൊട്ടിച്ചെറിയാമെന്ന സന്ദേശം തന്നെ ഈ സംഭാഷണ ഭാഗത്ത് ദശരഥൻ പറയുന്നുണ്ട്. ക്രുദ്ധനായ ദശരഥൻ പിന്നീട് കഠാരി, കാരണം അവർ വൽക്കലധാരികളായി നിൽക്കുന്നത് കണ്ടപ്പോൾ കഠാരി ഊരിയെങ്കിലും പിന്നീട് ഇത് പിൻവലിച്ചു. മകനെ, ഇശാഖ് വംശത്തിലെ കുട്ടികൾ മാൻകുട്ടികളല്ല, നിന്റെ പിതാവിനെ ബാധിച്ചിരിക്കുന്ന ചങ്ങല നിന്നെ ബാധിച്ചിട്ടില്ല. ഭാർഗവരാമനെ കിടിലം കുളിച്ച കരങ്ങൾ ചലിക്കില്ലേ, ദശരഥൻ്റെ ദുഷിച്ച രക്തം ആഹ്ലാദിച്ചൊഴുകട്ടെ, ഈ ചത്ത ശരീരം ഇനി വെട്ടിമുറിച്ചാൽ കുറ്റമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മക്കളെ വിപ്ലവത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ധീര നിലപാടിലാണ് ദശരഥൻ വന്നെത്തിയത്. ഉടനെ തന്നെ അവർ ചോദിക്കുകയാണ്, കൈകേയി ചോദിക്കുന്നത്, സത്യം ലംഘിക്കാൻ മക്കളെ വിപ്ലവത്തിലേക്ക് നയിക്കുകയാണോ മാർഗം? മഹാരാജൻ, ഈ കൈകേയിയുടെ കഴുത്തുണ്ട് അങ്ങേക്ക് വെട്ടി നീക്കാൻ, അതാണ് ശുഭവും. പ്രഭോ, ഏതാണ് അങ്ങ് കാംക്ഷിക്കുന്നതെങ്കിൽ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കഥയിൽ ഉടനീളം ശ്രദ്ധിച്ചാൽ കാണും, കൈകേയിയെ പോലെ ഇത്ര ചതുരമായി സംസാരിക്കാൻ കഴിയുന്ന, ഓരോ പ്രശ്നങ്ങളെയും അതിൻ്റെ രീതിയിൽ നേരിടാൻ കഴിയുന്ന അതിസാമർഥ്യമുള്ള, മുമ്പ് വസിഷ്ഠൻ പറഞ്ഞല്ലോ കൗടില്യം കൈകേയിക്കാണെന്ന് പറയുന്നുണ്ടല്ലോ, അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ വായിച്ചറിയാൻ കഴിയും. ഇതോടുകൂടി 3-ാം അംഗത്തിൻ്റെ 2ാം സെക്ഷൻ അവസാനിക്കുകയാണ്. ഒരു സെക്ഷനും കൂടെ വേണ്ടി വരുമെന്ന് കരുതുന്നു. ഏതായാലും ഇത്രയും ഭാഗം വ്യക്തമായി പഠിക്കേണ്ടതാണ്. അംഗം 3-ന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇത് സംബന്ധമായ ഗൈഡുകൾ, അക്ഷരയുടെ ഗൈഡുകൾ പ്രചാരത്തിലുണ്ട്. അത് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ വിലാസവും അയച്ചു തന്നാൽ നിങ്ങളുടെ തപാലിൽ അത് എത്തിച്ചു തരുന്നതാണ്. അത്തരം സംവിധാനങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും.